ഗൈസ്, ഇന്ന് സ്വേപ്പൻ്റെ മെഹന്തി ഡേ ആണ്. നമ്മൾ ഇന്ന് ഒരു മെഹന്തി വ്ളോഗാണ് എടുക്കാൻ പോണേ ഗൈസ്. തീരെ വയ്യ, ചുമയും ജലദോഷമൊക്കെയാണ്, പനിയൊക്കെയാണ്. നമ്മളപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പണിയുണ്ട്, എന്നിട്ട് വേണം സാറിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകാനായിട്ട്. നമ്മൾ ആദ്യം സാരി ഡ്രേപ്പ് ചെയ്യാൻ കൊടുക്കാൻ പോകണതാണ്. അപ്പോൾ ഡ്രേപ്പ് ചെയ്യാൻ കൊടുത്തിട്ട് അവർക്കൊരു മൂക്കുത്തി വാങ്ങണം. മൂക്കുത്തി വാങ്ങിച്ചിട്ട് എല്ലാം വാങ്ങിച്ചതിന് ശേഷം കുളിച്ച് റെഡിയായി നമുക്ക് തിരിച്ച് ഫ്ലൈറ്റിലേക്ക് പോകാം. അപ്പം നമ്മൾ സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്യാൻ കൊടുത്തു. പിന്നെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു, നല്ല റഷായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി കുളിച്ച് റെഡി ആയിട്ട് നമ്മൾ ദേവ് സ്ട്രൈപ്പൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ഒരു കുറച്ച് മെഹന്തി ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു അരമണിക്കൂർ ലേറ്റ് ആയിരുന്നു. അപ്പോഴേക്കും ഇത്ര എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി എല്ലാവരും വന്ന് തുടങ്ങുന്ന ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും കൂടി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പം കുറച്ച് വീഡിയോസൊക്കെ എടുക്കാന്ന് ഓർത്ത് വീഡിയോഗ്രാഫേഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞങ്ങൾ പറയാം ഒന്നും പറയാനില്ല. എന്റെ ഫ്ലാറ്റിന്റെ ഹായ് തരുമോ? ആഹാ, ഒരു ഹായ് താടാ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. വാ, നല്ല കാറ്റുണ്ടല്ലേ. ഹായ് ഗായ്സ്, ഇതൊക്കെ ഹായ് മാത്രമേ ഉള്ളൂ എല്ലാവരും. ഹായ്, വാ താഴേക്ക് ഇറങ്ങിക്കോളൂ. വാ, നമ്മള് പാടത്തിരുന്ന് സംസാരിക്കാൻ പോണില്ലേ. കമോൺ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി അവളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ട്, അങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഒരു പാടത്തൊക്കെ പോയിരുന്ന് ഒരു വൈബ് അറ്റൻഡ് ചെയ്തൊരു വീഡിയോ എടുക്കാനായിട്ട് പോണേ കേട്ടോ. പോത്തായിട്ട് വർത്തനം പറഞ്ഞിരിക്കാന് വെക്കോ വെക്കോ എന്താന്നറിയില്ല. ദേടാ വേടാ വേടാ. അതേത് മൂടാ. ഹായ് അച്ഛാന്നൊക്കെ. മറ്റേ മൈക്ക് എടുത്തട മേലെ വെക്കുന്നത്. ഹായ്, ല്ലേ ഇതിപ്പൊ തിന്നാനോണോ പിന്നെ തിന്നാനോ. നല്ല മഴവില്ലേ. മഴവിൽ മഴവിൽ കൊടിക്കാവടി ചിറക് വിടർത്തിയ. വാവ്, സൂപ്പർ. എടാ ഈ ഫോൺ പിടിച്ചേ. പാട്ട് ബാക്ക്ഗ്രൗണ്ട് സോന ബാക്ക്ഗ്രൗണ്ട് പാട്ടിട്ട് വെച്ചോട്ടോ. നീ പാടിയാ മതി. ശ്രേയ ഓടിക്കോ. പിന്നെ നമുക്ക് ശരിക്കും ഫോട്ടോ എടുത്താൽ മതി. ഉണ്ണിയപ്പം ഉണ്ടാവും ഇനി. അതെന്താ അത്?
അതെന്റെ ഒന്ന് എടുത്തോളൂ 93. നിങ്ങൾ മഴവില് നമുക്ക് ഇവിടെ എടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് തന്നെ പോണെയാണ്. മെഹന്തി ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായില്ല, അപ്പോൾ കുറച്ചും കൂടി ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെയും നമുക്ക് ഫ്ലാറ്റിലിരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകണം കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ട് ഈ കല്യാണം എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്റെ കല്യാണത്തിന്റെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നതെന്ന് ഉള്ളത്. എനിക്കറിയില്ല, ഞാനിങ്ങനെ കല്യാണം വേണ്ടായിരുന്നായിരുന്നു ഒരിടയ്ക്ക്. പിന്നെ കല്യാണം ഇപ്പോഴേ വേണ്ടാന്നായി. പക്ഷെ എന്തോ വിധിച്ച ആള് വരുമ്പോ ഇങ്ങനെ നമ്മുടെ വായിൽ നോ വരില്ല എന്ന് പറയണ പോലെ എല്ലാം പെട്ടെന്നായിരുന്നു. ഹാപ്പിയാണ്. എടി പറഞ്ഞിടയ്ക്ക് ഒത്തിരി ഓടി ഒത്തിരി കഷ്ടപ്പെട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അച്ഛനും പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഉള്ളവരും ഫാമിലിയും ഒക്കെ എന്താ പറയാ, കുറേ എഫേർട്ടിന്റെ ഒരു സന്തോഷമുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ആണെന്നുള്ളൊരു എന്താ പറയാ, അതിപ്പോഴും തലയ്ക്ക് വരുന്നില്ല. അതെന്താ അറിയില്ല, ചിലപ്പോൾ താലി വീഴുമ്പോൾ വരുമായിരിക്കും. വേറെന്താ, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എൻ്റെ അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ്. സിംഗിൾ പാരന്റ് ആണ്. അപ്പോൾ എന്താ പറയാ, ഒത്തിരി ബുദ്ധി കഷ്ടപ്പെട്ടായിരിക്കുമല്ലോ ഒരു പെങ്കൊച്ചിനെ വളർത്തി ഇത്ര ആക്കണമെങ്കിൽ. അവിടെ നിന്ന് ഇപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നേരത്ത് അച്ഛൻ്റെ കാര്യം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര പ്രൗഡാണ്. വേറെന്താ കൂട്ടുകാര് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പാർട്ടാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും മാറ്റി നിർത്തി ചിന്തിക്കാൻ പറ്റാത്ത, ഇപ്പൊ വീട് കണ്ടാൽ തന്നെ അറിയാം കൂട്ടുകാർ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ ജീവിതം. എല്ലാ ഘട്ടത്തിലും അച്ഛനെന്നൊരു വ്യക്തി കഴിഞ്ഞാൽ എല്ലാ ഘട്ടത്തിലും എപ്പോഴും കൂടെ ഉണ്ടായിട്ടുള്ളത് കൂട്ടുകാർ തന്നെയാണ്. എപ്പോഴും എന്താവശ്യത്തിനും ഏത് നേരത്തും ഏത് സാഹചര്യത്തിലും കൂട്ടുകാരാണ് എല്ലാത്തിനും ഉണ്ടായിട്ടുള്ളത്. ഐ എം ബ്ലെസ്ഡ് വിത്ത് വെരി ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. എല്ലാവരും ഇങ്ങനെ പറയും ഒരാളെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഭാഗ്യമാണ്. പക്ഷെ എനിക്ക് ഒരാളല്ല, അതും 1 വർഷത്തെയും 2 വർഷത്തെയും സൗഹൃദമല്ല, 10ഉം 20ഉം വർഷത്തെ ബന്ധങ്ങള്. എനിക്ക് ഒത്തിരി പേരുണ്ട്, ഒത്തിരി വർഷങ്ങളായിട്ട് പല പ്രശ്നങ്ങളും ഞങ്ങളൊക്കെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് ഇന്നിപ്പോ എനിക്ക് ഈ കല്യാണം വരെ എത്തിക്കുമ്പോ നല്ല സുഖമുള്ള ഏർപ്പാടാണ്. അതായത് ശരിക്കും ഏതൊരു സിറ്റുവേഷനിലാണ്, ഏതൊരു മൊമെന്റിലാണ് ഓക്കെ ടൈം ഫോർ അത് ഓഫ് കോഴ്സ് വിഷ്ണു മേതിൽ എന്ന് പറഞ്ഞ ഒരാളായിട്ട് സംസാരിച്ച് നേരെ കണ്ട് സംസാരിച്ച ഒരു സമയത്താണ്. സോ എന്താ മാട്രിമോണി അല്ലേ?
നിങ്ങളെല്ലാരും പെട്ടിരിക്കോ? അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം നമ്മൾ ചെറിയൊരു ക്ലീനിങ് പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ അടിച്ചു വാരുന്നു, ഒരാൾ ക്ലീൻ ആക്കുന്നു, ഒരാൾ അടുക്കി പെറുക്കി വെക്കുന്നു, ഒരാൾ വാഷ് ബേസും കഴുകുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസങ്ങളൊക്കെ ഭയങ്കര മെമ്മറബിൾ ഡേയ്സ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഡേയ്സ് ആയിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ കല്യാണത്തിൻ്റെ ഡാൻസ് പ്രാക്ടീസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അന്നാണ് ശരിക്കും എല്ലാവരും കൂടി ഒന്ന് ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്തത് കേട്ടോ. ഒറ്റ ദിവസത്തെ പ്രാക്ടീസായിരുന്നു. അടിപൊളിയായിരുന്നു അന്നത്തെ ദിവസം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടേക്കാം. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരെ ബൈ.